കൊല്ലങ്കോട്ടെ കർഷകരുടെ നൂതന സംരംഭമായ ഗ്ലോബൽ അഗ്രോ ഫിലിം സിറ്റിയുടെ ഉദ്ഘാടനവും ആദ്യ സിനിമ വേല ഉത്സവിന്റെ പൂജയും 25-ന് നടത്തും. ഇന്ത്യയിലെ സുന്ദര ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കൊല്ലങ്കോട്ടെ 600ഓളം കർഷകരുടെ കൃഷിയിടങ്ങൾ ചിത്രീകരണ ലൊക്കേഷനുകളായി വികസിപ്പിച്ച് വരുമാനം ലഭ്യമാക്കുന്നതിന് രൂപീകരിക്കപ്പെട്ട കർഷകരുടെ സംരംഭമാണ് ഗ്ലോബൽ അഗ്രോ ഫിലിം സിറ്റി. ചിലവ് കുറഞ്ഞ ലൊക്കേഷൻ ഒരുക്കുന്നതുവഴി കൊല്ലങ്കോട് പ്രദേശം ആഗോള സിനിമാ ഭൂപടത്തിൽ സ്ഥാനം നേടുകയും ഒപ്പം ഗ്രാമവികസനം, സാംസ്കാരിക വിനോദസഞ്ചാരം, ഫാം ടൂറിസം എന്നിവയിലൂടെ വരുമാനവും ലഭ്യമാവുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കർഷക ഫിലിം സിറ്റിയുടെ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ പി ചന്ദ്രകുമാർ നിർവഹിക്കും. പല്ലശന, കരിപ്പോട്, താമരപ്പാടം ഇക്കോ വില്ലേജ് റിസോർട്ടിലാണ് പരിപാടി നടക്കുന്നത്. 25-ന് രാവിലെ 9:30 നടക്കുന്ന പരിപാടിയിൽ ഗ്ലോബൽ അഗ്രോ ഫിലിം സിറ്റി ലൊക്കേഷൻ ഒരുക്കുന്ന ആദ്യ സിനിമ ഫേസ് ഗുരു അക്കാദമിയുടെ വേല ഉത്സവിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും അഗ്രോ ഫിലിം സിറ്റി പ്രസിഡന്റ് ഡോക്ടർ എൻ ശുദ്ധോധനൻ നിർവഹിക്കും. ഇപ്പോൾ ധാരാളം പേര് അവിടെ വരുന്നു. സിനിമയുടെ ഷൂട്ടിങ്, വീഡിയോഗ്രാഫേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സീരിയൽ ഷൂട്ടിങ്, പിന്നെ അതേപോലെ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ മനോഹാരിത നിലനിർത്തുന്നത് കൊല്ലങ്കോട്ടെ കർഷകരാണ്. അവർ വളരെ ഭംഗിയായിട്ട് കൃഷിയിടങ്ങൾ സൂക്ഷിക്കുകയും പുരയിട കൃഷിയും അതേപോലെ തന്നെ നെൽപ്പാടങ്ങളും അതേപോലെ നമ്മുടെ ഈ മാവും തോപ്പുകളും എല്ലാം വളരെ പരിപാവനമായിട്ട് സംരക്ഷിക്കുന്നതുകൊണ്ടും അവിടെ വലിയ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസ് വരാത്തതുകൊണ്ടും ഒക്കെയാണ്. പശ്ചാത്തലത്തിൽ പിന്നെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളും പിന്നെ സീതാർകുണ്ട് അടക്കമുള്ള നിരവധി വെള്ളച്ചാട്ടങ്ങളും പിന്നെ അവിടെ കാച്ചാംകുറിശി ടെമ്പിൾ, പിന്നെ ചിങ്ങഞ്ചിറ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വരുമാനവും നമ്മുടെ ഈ പാവം കർഷകർക്ക് ലഭിക്കുന്നില്ല. അവരുടെ കൃഷിയിടങ്ങളൊക്കെ നാശപ്പെടുത്തിയും കേടുവരുത്തിയും പോകുമല്ലാതെ അവർക്ക് വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 600ഓളം കർഷകരെ കോർത്തിണക്കി നമ്മളിങ്ങനൊരു പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ 600 കർഷകരും പങ്കാളികളാകുന്ന ഒരു പുതിയ സംവിധാനമാണ്. അത് ലോകത്താദ്യമായിട്ടാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഏതാണ്ട് 2000 ഹെക്ടർ സ്ഥലം നമ്മുടെ ഈ ഇതിൽ വരുന്നുണ്ട്. അതിൽ ഗായത്രി പുഴയടക്കമുള്ള വെള്ളച്ചാട്ടങ്ങളും എല്ലാം ചേർത്തിട്ട് ഈ ഒരു നമ്മുടെ ഹൈദരാബാദിലെ റമോജി ഫിലിം സിറ്റിയിൽ ലഭ്യമാകുന്നതിനേക്കാൾ ഏറെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള വലിയൊരു പ്രോജക്റ്റാണിത്. ഫിലിം സിറ്റി പ്രസിഡന്റ് ഡോക്ടർ എൻ ശുദ്ധോധനൻ, സംവിധായകൻ പി ചന്ദ്രകുമാർ, കെ ജയകൃഷ്ണൻ, വി ആർ റിജീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.